എടി അഞ്ജലി, എന്താ ചേച്ചി? എടി പാർക്കുട്ടി പറഞ്ഞതിലൊരു സത്യമുണ്ട് കടയത്തിരി. അതിന് ചേച്ചി കണ്ടോ അതിന്? എടി ഞാനാണെങ്കിൽ മീൻ വിട്ട ഇറങ്ങാൻ കളയാനേ മുറ്റത്തായിട്ട് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഇന്നൊരു കറുത്ത സാധനം എത്തി വെക്കുന്നുണ്ട്, ഒരമ്മച്ചിയെ പോലെ ഇരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഓടി കയറി. എനിക്കിപ്പോൾ ഒരു ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട്. പാർക്കുട്ടിയും കണ്ടെന്ന് പറഞ്ഞു, ചേച്ചിയും കണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു ഡൗട്ട്. എന്തായാലും അത്ര ചെറുതാക്കി വെക്കണ്ട, എപ്പോഴെങ്കിലും വരും നമ്മുടെ മുമ്പിലോട്ടത്. നമുക്കിനി ജോലി ചെയ്യാം. ഞാനിപ്പോൾ മീൻ വിട്ട് വെള്ളം കളയാറിഞ്ഞപ്പോൾ എന്തായിരിക്കും എനിക്ക് കണ്ടത്? എന്തോന്നായിരിക്കും അത്? എനിക്കൊന്നും അറിയില്ല. ഞാൻ ജോലിയായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നിയായിരിക്കും. അമ്മേ, എന്താ പറഞ്ഞോളെ? അമ്മ, ഞങ്ങൾ 5 പേര് മുറ്റത്ത് പോയി കളിച്ചോട്ടെ. മുറ്റത്ത് പോയി കളിച്ചു. ആരും ഓടിയൊന്നും വീടല്ലേ കേട്ടോ. ശരി അമ്മ, എന്നാ പോണേ. എന്താണ് മാർക്കുട്ടി, എന്താണ് പറ. എല്ലാ ചേച്ചിമാരും ചേട്ടനും ശ്രദ്ധിക്കുക. ഞാനാണെങ്കിൽ ഹാളിലോട്ട് കടന്നു വരുമ്പോ ഒരു പ്രേതം പോലത്തെ അമ്മച്ചിയെ കണ്ട് പേടിച്ചു പോയി. എന്താ പ്രേതം പോലത്തെ അമ്മച്ചി കണ്ട് പേടിച്ചു പോയെന്ന്? എന്താ ചേച്ചി ചേട്ടാ, ഞാൻ സത്യാ പറയുന്നത്. അതൊക്കെ നമുക്ക് എന്ത് കളിക്കുന്ന ആലോചിക്കാതെ എല്ലാരും. എനിക്കുണ്ടായ സംഭവം ആരോട് ഞാൻ പറയാനാ? അമ്മയോട് പറഞ്ഞപ്പോ അവർ വിശ്വസിച്ചില്ല. ചേച്ചിയോടും ചേട്ടനോടും പറഞ്ഞപ്പോ അവർ വിശ്വസിച്ചില്ല. ഞാൻ ആരോട് പറയാനാ? എന്നോട് തന്നെ പറയാ, അല്ലാതെ തന്നെ. ചേച്ചിമാരെ ചേട്ടാ, ഞാനൊരു ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ആ അമ്മച്ചി കണ്ടപ്പോ അമ്മച്ചി എന്നോട് പറഞ്ഞു അത് കേട്ട അമ്മച്ചി അങ്ങ് മാഞ്ഞു പോയി. എന്റെ കഥ ഇടയ്ക്കിടയ്ക്ക് ചിരി വന്നിട്ട് എടി വീണ, ഇത് നിസ്സാരമാക്കരുത്. അതെന്താണ് മണിക്കൂട്ട നീ അങ്ങനെ പറഞ്ഞേ? പാർക്കുട്ടി പറഞ്ഞല്ലേ ഒരു അമ്മച്ചി ഇങ്ങനെ മേക്ക് പ്ലേ ഹാഡ് ആൻഡ് സെക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഞാനും ഇപ്പൊ കേട്ട അമ്മച്ചിയുടെ സൗണ്ടില്. എന്നിട്ട് ഇവിടെ അമ്മച്ചിയൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങളൊന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ എന്താണ് മാഞ്ഞു പോയാണ്ടല്ലോ. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. എടി വീണ, ഞാനാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴും എന്താണ്ട് ഒരു രൂപം പെട്ടെന്ന് മിന്നി മറഞ്ഞു പോയതുപോലെ. ചിലപ്പോ എനിക്ക് തോന്നിയായിരിക്കും. എനിക്ക് 50% വിശ്വാസമുണ്ട്. ബാക്കി എല്ലാവർക്കും 1% പോലും വിശ്വാസമില്ല. എനിക്കൊന്നും അറിയത്തില്ല, നീ തീരുമാനിക്കേണ്ടടി വീണേ. അല്ല, നമുക്കിനി അകത്ത് കയറി പോവാം. കളിക്കാനൊന്നും ഐഡിയ ഇല്ലല്ലോ.